ഒരു തീരുമാനം എടുക്കരുത് പ്ലീസ്. പഴയ സാന്ദ്ര മാഡം ആയിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. Now it's up to you, madam. Good night. നന്ദിനി, എന്റെ മനസ്സ് മനസ്സിലാക്കാനാവുന്നത് ഇപ്പോ നന്ദിനിക്ക് മാത്രം. എന്നോട് നീ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ലെന്ന് നിനക്കറിയാലോ. ചിലര് ദേഷ്യത്തോടെയും ചിലര് സഹതാപത്തോടെയാ എന്നെ ഇപ്പൊ നോക്കിക്കാണുന്നത്. നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഏത് സാഹചര്യത്തിലും എത്ര പ്രതിസന്ധികളെ അതിജീവിച്ചും ഞാൻ പൂർത്തിയാക്കും. രവി സാറിനെയും ഞങ്ങളുടെ പ്രണയത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. എന്റെ അന്വേഷണങ്ങൾ തുടരാനുള്ള സാഹചര്യം ഇപ്പോ ഈ വീട്ടിലില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഡയറി ആരോ നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ട് നന്ദിനി നിലയത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് എനിക്കെല്ലാം തുടങ്ങാനാവും. ഇവിടെ നിന്നാൽ എനിക്കൊരിക്കലും നന്ദിനി നിലയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് വീട്ടിലെത്തിയാൽ ഉടനെ ഞാൻ നന്ദിനി നിലയത്തിലേക്ക് പോവും. ആരാണ് നന്ദിനിയുടെയും ശ്രീലക്ഷ്മിയുടെയും ശത്രു എന്ന് ഞാൻ കണ്ടെത്തും.
ശ്രീലക്ഷ്മി, ഞാൻ ഊഹിച്ചു. തന്നെ ബെഡ്റൂമിൽ കാണാതായപ്പോഴേ ഞാൻ മനസ്സിലാക്കി താൻ ഇവിടെ തന്നെ കാണുമെന്ന്. ആരുടെ ശത്രുവിനെ കുറിച്ചാ താൻ തനിയെ നിന്ന് പുലമ്പുന്നത്? എന്താണ് തന്റെ പ്രശ്നം? സർ, അത് എന്തിനാണ് താൻ വീണ്ടും വീണ്ടും ഈ മുറിയിൽ കയറുന്നത്? എന്താ തനിക്ക് ഇവിടെ നിന്ന് വേണ്ടത്? രേഖ പറഞ്ഞപ്പോഴും വീഡിയോ കാണിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാത്തതാണോ തന്റെ ഈ സ്വാതന്ത്ര്യത്തിന് കാരണം? കുറച്ചു മുമ്പ് വരെ എന്നോട് സ്നേഹത്തോടെയും വിഷമത്തോടെയും സംസാരിച്ച ശ്രീലക്ഷ്മി ഇവിടെ ഇപ്പൊ എന്റെ മുന്നിൽ അനുവാദമില്ലാതെ കയറിയിരിക്കുന്നു. ഇതാണോ ശ്രീലക്ഷ്മി പ്രണയം? രവി സർ, ക്ഷമിക്കണം, ഞാൻ അറിയാതെ. മിണ്ടിപ്പോകരുത്. മതിയാക്ക് തന്റെ ഈ അഭിനയം. രേഖ പറഞ്ഞത് ശരിയാ. ഒന്നുകിൽ തനിക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ താൻ പഠിച്ചൊരു കള്ളിയാണ്. സർ, സാറ് തന്നെയാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, താൻ എന്നെ കൊണ്ട് പറയിക്കുന്നത്. എന്നോട് കുറച്ചെങ്കിലും ബഹുമാനമോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഒരിക്കലും എന്റെ അനുവാദമില്ലാതെ ഈ മുറിയിൽ കയറലായിരുന്നു. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന എന്റെ വേദനകളെ എത്താൻ ചകയുന്നത്. എന്തിനാ സർ സാർ ഓർമ്മകൾ മറക്കാൻ ശ്രമിക്കുന്നത്? പ്രിയപ്പെട്ട ഓർമ്മകളെ അവഗണിച്ചാണോ സാറ് മൺമറിഞ്ഞു പോയവരെ സ്മരിക്കേണ്ടത്? അതെ സർ, സാറ് പറഞ്ഞതുപോലെ ഞാൻ ഭ്രാന്തിയാണ്. രവിചന്ദ്രവർമ്മനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഭ്രാന്തിയായ ശ്രീലക്ഷ്മി. എന്നെ ഭ്രാന്തിയാക്കിയത് ആരാണെന്ന് സാറിന് അറിയണ്ടേ? ഈ ഞാൻ തന്നെ, രാജനന്ദിനി. ഞങ്ങള് രണ്ടുപേരല്ല, ഒരാളാണെന്ന് പറഞ്ഞാൽ സാറത് വിശ്വസിക്കോ? രാജനന്ദിനി മരിച്ചതല്ല, കൊന്നതാണെന്നും സാറിനെ എന്നെയും ഇപ്പൊ ആരെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞ സാറത് വിശ്വസിക്കോ? ശ്രീലക്ഷ്മി, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. വാ, ആദ്യം താൻ ഇവിടുന്ന് റൂമിലേക്ക് വാ. വാ. എന്താ സർ, ഞാൻ രാജനന്ദിനെ കുറിച്ച് പറയുമ്പോ സാറിനെന്താ പ്രശ്നം?